ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. അങ്ങനെ ലിന്നും ഹീറോയിനും കൂടി ഹോട്ടലിലെത്തി. ഹീറോയിൻ റെസ്റ്റ് റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു പോയതും വെയ് അവനെ കൈ കാട്ടി വിളിക്കുന്നുണ്ട്. കുളിക്കാൻ പോലും സമ്മതിക്കില്ല, വിളിച്ച് ടോർച്ചർ ചെയ്യുന്ന എന്തിനാടാന്ന് വെയ് അവനെ ചീത്ത പറയാണ്. ഹീറോ വെയുടെ അടുത്തിരിക്കാൻ പോയതും നീ അപ്പുറം ഇരിക്കട്ടെ എന്ന് അവൻ പറയുന്നുണ്ട്. ഇല്ലില്ല, അത് അവൾക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ആകും എന്ന് പറഞ്ഞിട്ട് മെനു കാർഡ് അവളുടെ സൈഡിലേക്ക് മാറ്റി വെക്കുവാണ്. റെസ്റ്റ് റൂമിൽ പോയി ഹീറോയിൻ വന്നതും വെയ് സംസാരിക്കാനായിട്ട് തുടങ്ങി. ഇപ്പോഴാണ് ലിൻ പറഞ്ഞത്, ആ കോമ്പറ്റീഷന് ചേരാൻ പോകുന്നുണ്ടല്ലേ? ഞാനും ചേരുന്നുണ്ട്, അതിനു വേണ്ടിയാണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം തന്നെ ഗ്രാജുവേറ്റ് ആയി. പക്ഷെ ഇവന്റെ കോഴ്സ് എന്നിലും ഒരു ഇയർ കൂടുതലാ. PhD എടുക്കണമെന്ന് പറയുന്നുണ്ട്. അവന് കിട്ടിയില്ലെങ്കിലേ ഞങ്ങൾ രണ്ടുപേരും തിരിച്ച് ചൈനയിലേക്ക് പോകും. കിട്ടിയാലും ഞാൻ മാത്രം നേരത്തെ പോകും. കോമ്പറ്റീഷൻ എല്ലാം കഴിഞ്ഞിട്ടെന്ന് അവൻ സംസാരിക്കുകയാണ്. നിങ്ങൾ ഇത്രയും നല്ല ഫ്രണ്ട്സ് ആയിരുന്നോ? വളരെ സന്തോഷം കേൾക്കുന്നതിലെന്ന് ഹീറോയിനും പറയാണ്. ഹീറോയിനും ഫുഡൊക്കെ ഓർഡർ ചെയ്തതും ഹീറോ മെനു കാർഡ് എടുത്തിട്ട് ഓർഡർ വാങ്ങാനായിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആ സമയത്ത് ഇവര് സംസാരിക്കാനായിട്ട് തുടങ്ങുവാണ്. ഹോട്ടലിലാണോ താമസിക്കുന്നത്? ഞാൻ ഒരു വീടെടുത്ത താമസിക്കുന്നത്. മൊത്തം അതിൽ 3 ബെഡ്റൂംസ് ഉണ്ട്. അതിൽ 2 ഇപ്പൊ കാലിയാണ്. വേണമെങ്കിൽ നീ അവിടെ വന്ന് സ്റ്റേ ചെയ്തോ എന്ന് പറഞ്ഞതും ഇത് നല്ല ഐഡിയ ആണെന്ന് ഹീറോയിനും തോന്നുന്നുണ്ട്. അപ്പോഴേക്കും ലിന്ന് ഫുഡുമായിട്ട് വരും. എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ഞാൻ ചോദിച്ചിട്ട് പറയാമെന്ന് ഹീറോയിനും പറയാണ്. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് ഹീറോയിനെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകാമെന്ന് ലിന്നും അവളെ കൂട്ടി വരുമായിരിക്കും. അപ്പോ അത് ഹോട്ടലിന് മുമ്പില് ഒരു കപ്പിൾസ് കിസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് കണ്ടത് അവൾക്ക് വളരെ ഓക്വേർഡ് ആയിട്ട് ഫീൽ ആകുവാണ്. പെട്ടെന്ന് തിരിഞ്ഞു നിന്നവള് ആ ഷോപ്പിൽ ഒരു സാൻഡ്വിച്ച് ഉണ്ട്, ടേസ്റ്റ് വളരെ ബാഡ് ആണെന്ന് എന്തൊക്കെയോ വിളിച്ച് പറയാനായിട്ട് തുടങ്ങുവാണ്. നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായി അവൾക്ക് ആക്വേർഡായിട്ട് ഫീൽ ആയതുകൊണ്ടാണെന്ന്. കുറച്ചു കഴിഞ്ഞതും കപ്പിൾസ് പോയി. ഹീറോയിനും ഹോട്ടലിലേക്ക് പോകുന്നുണ്ട്. അവൾക്ക് ഡോറ് തുറക്കാനേ പറ്റുന്നില്ല. കഷ്ടപ്പെടുന്നത് കണ്ട് ഹീറോ ഓടി വന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് പോയതും അവന്റെ വാച്ച് അവളുടെ കാതിലിടിക്കുന്നുണ്ട്. ആ കൊടും തണുപ്പത്ത് മെറ്റല് കൊണ്ട് അവളുടെ കാത് വേദനിച്ച് കാണുമെന്ന് ഹീറോയ്ക്ക് വിഷമാകുന്നുണ്ട്. അപ്പോ കറക്റ്റ് ആയിട്ട് നമ്മുടെ ബ്രദർ ചെക്കൻ ഇറങ്ങി വരുവാണ്. നീ എന്തിനാടെ താഴേക്ക് വന്നതെന്ന് ചോദിച്ചാല്, താഴെ ബാറുണ്ടല്ലോ, നിന്നെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് ലിൻ ബ്രദറാണ് എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്തത്, അതുകൊണ്ടാണ് വന്നതെന്ന് പറയും. ഹീറോ അവളോട് ഇത്ര കെയറിങ് കാണിക്കുന്നത് കണ്ട് അവൾക്കും ആശ്ചര്യമാകുന്നുണ്ട്. റൂമിലേക്ക് വന്നതും ആ വാച്ച് കാതിൽ തട്ടിയത് കൊണ്ട് നന്നായിട്ട് ചുവന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് വേഗം തന്നെ ഒരു ഓയിൽമെന്റ് എടുത്ത് പുരട്ടുവാണ്. പിന്നീട് ചുമ്മാ അവളുടെ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ വേഗം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ലെന്നിന് ഏതൊരു പെണ്ണിനെ ഇഷ്ടമാണ്, അവളോട് ക്രഷ് ഉണ്ടെന്ന പോലെ ഇട്ടിരിക്കുകയാണ്. ഇത് ഹീറോയിൻ കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ കുറച്ച് ടൈമിനുള്ളിൽ ആ പോസ്റ്റും ഡിലീറ്റ് ആക്കി കളയുന്നുണ്ട്. ഇത് ലിന്നും കാണുവാണ്. അവൻ വേഗം തന്നെ ഹീറോയിന് മെസ്സേജ് അയക്കുവാണ്. കാതിലിടിച്ചതില് വേദനിക്കുന്നുണ്ടോ എന്ന്. ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ലെന്ന് ഇവളും കള്ളം പറയുവാണ്. എന്നാലും ഹീറോയ്ക്ക് ഒരു സമാധാനമില്ല. ഇങ്ങനെയുള്ള വാച്ച് കയ്യിൽ കെട്ടുമ്പോഴല്ലേ പ്രശ്നം എന്ന് പറഞ്ഞ് ആ വാച്ച് അവൻ ഊരി മാറ്റി വെക്കുവാണ്. വീട്ടിലേക്ക് തിരികെ വന്നതും വേ അവനോട് പറയുന്നുണ്ട്, ഞാൻ മനഃപൂർവ്വം പോസ്റ്റ് ഇട്ടതാണ്, അവള് കണ്ടു കാണല്ലോ അല്ലേ എന്ന് ചോദിച്ചതും നിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് ഹീറോ എഴുന്നേറ്റ് പോകുവാണ്. ഇവിടെ ഹീറോയിൻ വെയ് പറഞ്ഞ വിഷയത്തെക്കുറിച്ചാണ് ബ്രദറിനോട് സംസാരിക്കുന്നത്. അവിടെ പോയാലും നമുക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, സേഫ് ആയിട്ടിരിക്കാം എന്ന് പറഞ്ഞതും ശരിയാ ചേച്ചി, ഞാനും ഓക്കെയാണ്. ഹോട്ടലിൽ താമസിച്ച് ഞാൻ മടുത്തു, നമുക്ക് എന്തായാലും പോകാന്ന് ബ്രദറും പറയും. അങ്ങനെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾക്ക് ഹീറോ മെസ്സേജ് അയക്കുന്നത്. ഇനിയും നീ ഉറങ്ങിയില്ലേ എന്ന് ചോദിച്ച്. ഫുഡ് നന്നായിരുന്നു, വയറ് നിറച്ച് കഴിച്ചു, അതുകൊണ്ട് ഉറക്കം വന്നില്ലെന്ന് ഹീറോയിനും മറുപടി കൊടുക്കും. നിർത്താതെ മെസ്സേജിന്റെ ടോണ് കേൾക്കുന്നത് കണ്ട് ബ്രദർ, എന്താ ചേച്ചി മെസ്സേജ് ടോണ് നിർത്താതെ കേൾക്കുന്നുണ്ടല്ലോ, ആരോ എന്ന് ചോദിച്ച് അടുത്തേക്ക് വരുവാണ്. ഇല്ലടാ, അതെന്റെ പ്രൊഫസറാണ്, ചുമ്മാ ഞാൻ ഡൗട്ട്സുകൾ ചോദിച്ചതാ, വേറെ ഒന്നുമില്ലെന്ന് അവള് കള്ളം പറയും. പക്ഷേ ബ്രദർ അത് കണ്ടുപിടിക്കുമല്ലോ. എനിക്ക് നീ പ്രൊഫസർക്ക് മെസ്സേജ് അയക്കുന്നത് പോലെ അല്ലല്ലോ തോന്നുന്നേ. എന്തെങ്കിലും ആവട്ടെ. ശരി, പിന്നെ ചേച്ചി, നമ്മുടെ ലിൻ ബ്രദറിന് ഏതൊരു പെണ്ണിനോട് ക്രഷ് ഉണ്ടെന്ന് തോന്നുന്നു. ആരാണെന്ന് നിനക്കറിയാവോ? ഇനി അത് നീ ആയിരിക്കൂ? ആണെങ്കിൽ ഒന്നും നോക്കണ്ട, യെസ് പറഞ്ഞേക്ക്. ചെക്കൻ വളരെ ഹാൻഡ്സം ആണ്, ജെന്റിൽമാനും കൂടിയാണ്. വിട്ട് കളയല്ലേ എന്ന് ഹീറോയെ കുറിച്ച് അവ പൊക്കി പറയാൻ തുടങ്ങിയതും എഴുന്നേറ്റ് പുറത്തു പോടാ എന്ന് പറഞ്ഞ് ഹീറോയിന് അവനെ ഓടിച്ചു വിടുന്നുണ്ട്. അതേസമയം ഇവിടെ ലിന്ന് വേയോട് ചോദിക്കുന്നുണ്ട് അവർ ഇവിടേക്ക് വരുന്നതിനെ കുറിച്ച് എന്ത് പറഞ്ഞു എന്ന്. ഹീറോയിൻ ഓക്കെ പറഞ്ഞു, പക്ഷെ ഹൗസ് ഓണർ ഇപ്പോഴും ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് അവൻ പറയാണ്. ശരി, ഹൗസ് ഓണറുമായിട്ട് ഞാൻ സംസാരിക്കാം. അവരുടെ മകനെ എന്നോട് ട്രെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. അതിന് ഞാൻ ഓക്കെ പറഞ്ഞാൽ അവർ സമ്മതിക്കുമെന്ന്. ഹീറോയിനെ ഇവിടേക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുവരണം എന്നതാണ് ഹീറോയുടെ ലക്ഷ്യം. പിറ്റേ ദിവസം രാവിലെയായി. ഹീറോ എഴുന്നേറ്റ് റൂം വിട്ട് പുറത്തേക്ക് വന്ന് നോക്കുമ്പോ ചേട്ടനെ ഹെൽപ്പ് ചോദിച്ച് ഒരു ലേഡി വന്നിരുന്നില്ലേ, ജിയാങ് എന്നൊരു പേര് പറഞ്ഞിട്ട്. ആ ജിയാങ് ഇപ്പോ വന്നിട്ടുണ്ട് കുറച്ച് സ്റ്റുഡൻസുമായി. ഹീറോയെ കണ്ടതും ഇതാണ് നിങ്ങളുടെ ജൂനിയർ മാസ്റ്റർ എന്ന് ജിയാങ് പറയും. പക്ഷെ ഇതൊന്നും ഹീറോയ്ക്ക് ഇഷ്ടാകുന്നില്ലെന്നാ തോന്നുന്നത്. ഞാനൊന്നും ജൂനിയറും
മാസ്റ്റർ ഒന്നുമല്ല, എനിക്കും അതിൽ ഇനി യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് പോകുവാണ്. കുറച്ചു നേരത്തിനുള്ളിൽ റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അവന്റെ പെട്ടെന്നുള്ള ബിഹേവിയർ കണ്ട് സ്റ്റുഡൻസ് ആകെ എന്തോ പോലെ ആകുന്നുണ്ട്. അവൻ നേരെ അറിയാവുന്ന അടുത്തൊരു ഹോട്ടൽ ഉണ്ടായിരുന്നില്ലേ, അവിടേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ ഹോട്ടലിന്റെ ഓണർ വന്നിരുന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങുവാണ്. അന്ന് നിന്റെ കൂടെ വന്ന പെൺകുട്ടിയെ നിനക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലോ, എവിടെ വെച്ചാ നിങ്ങൾ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തത് എന്ന് ചോദിക്കും. അന്നൊരു ദിവസം ഇവിടെ വന്ന് സ്റ്റേ ചെയ്തില്ലേ, അന്നാണ് ഫസ്റ്റ് ടൈം ഞങ്ങൾ മീറ്റ് ചെയ്തത്. എനിക്കെന്തോ അവളോട് സംസാരിക്കാനേ വരുന്നില്ല. ഞാൻ എക്സ്പ്രസീവ് ആയിട്ട് സംസാരിക്കില്ല, സംസാരിച്ച് പേടിപ്പിച്ചാലോ എന്നാണ് പേടി എന്ന് പറഞ്ഞതും, പക്ഷെ നീ സംസാരിക്കാതിരുന്നാലേ പോകാനുള്ള ചാൻസ് ഉള്ളൂ, നല്ല പോലെ സംസാരിച്ചാലല്ലേ ഫീലിങ്സുകൾ മനസ്സിലാകുമെന്ന് അവര് നല്ല പോലെ അഡ്വൈസ് ഒക്കെ കൊടുത്തിട്ട് പോകുന്നുണ്ട്. എന്നാലും ഇവന് കൺഫ്യൂഷൻ, എങ്ങനെയെങ്കിലും ഹീറോയിനോട് നന്നായിട്ട് സംസാരിക്കണം, ഇടപഴകണമല്ലോ എന്ന് അവൻ തല പുകഞ്ഞ് ചിന്തിക്കുവാണ്. അതേസമയം ഇവിടെ ഹീറോയിനെ അവളുടെ ഫ്രണ്ട് ഭയങ്കരമായിട്ട് ടീസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എന്താ മോളെ, ഞാൻ പോയതിനു ശേഷം എന്തായിരുന്നു അവിടെ, ഡേറ്റിന് പോയ പോലെ ഉണ്ടല്ലോ എന്ന് കളിയാക്കാൻ തുടങ്ങിയതും, അങ്ങനെയൊന്നുമില്ല, കഴിക്കാൻ വേണ്ടി അവന്റെ ഫ്രണ്ട് വിളിച്ചതുകൊണ്ട് മാത്രം പോയതാണ്, ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ പോയതെന്ന് പറഞ്ഞാലും അവളുടെ മനസ്സിൽ എന്തായിരിക്കും, ഇനി അവന് എന്നോട് ഇൻട്രസ്റ്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്ന തോട്ട്സ് വരുന്നുണ്ട്. ഹീറോയെ അവന്റെ ചേട്ടൻ ജിയാങ് തേടി വരുവാണ്. എന്റെ കൂടെ വാ, നമുക്ക് പുറത്തേക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ്. അടുത്ത സ്നൂക്കർ സ്റ്റുഡിയോ ഉണ്ടെന്ന് കേട്ടു, നമുക്ക് രണ്ടുപേർക്കും എന്തുകൊണ്ട് ഒരു മാച്ച് കളിച്ച് നോക്കിക്കോടാ എന്ന് പറഞ്ഞതും ഹീറോയും ഓക്കെ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. പോകുന്ന വഴിയെ അവർ സംസാരിച്ചുകൊണ്ട് നടക്കുവാണ്. നീയും ഒരു ഹാൻസം പയ്യനല്ലേ, കുറച്ചുകൂടി സ്റ്റൈലായിട്ട് ഡ്രസ്സ് ചെയ്താൽ എന്താടാന്ന് ചോദിച്ചാല് മിണ്ടാതെ എന്റെ കൂടെ ഒന്ന് വാ എന്ന് ഹീറോ അവരെ വിളിച്ചുകൊണ്ട് പോകുവാണ്. അതേസമയം ഇവിടെ വീട്ടില് ജൂനിയർ സ്റ്റുഡൻസ് എല്ലാവരും വേയോട് ചോദിക്കും, ലിന്നിനെ കുറിച്ച് ഞങ്ങളുടെ ക്ലബിൽ ആരും സംസാരിക്കുക കൂടിയില്ല, അവരുടെ ചേട്ടന്റെയും അനിയന്റെയും കഥ ഞങ്ങളോടൊന്ന് പറയാമോ എന്ന് ചോദിച്ചതും, ഹീൻ എന്നൊരു വലിയ മാസ്റ്റർ ഉണ്ടായിരുന്നു, അവര് മൊത്തത്തില് 6 സ്റ്റുഡൻസിന് മാത്രമേ ട്രെയിൻ ചെയ്തിട്ടുള്ളൂ, അത് കഴിഞ്ഞ് അവർ റിട്ടയർഡ് ആയി. ആ അവസാന 2 സ്റ്റുഡന്റ് ആണ് നമ്മുടെ ലിന്നും ജിയാങ്ങും. ജിയാങ്ങിനെക്കാളും 6 വയസ്സിന് ചെറുതാണ് ലിന്ന്. എന്നാലും ഫസ്റ്റ് ടൂർണമെന്റിൽ തന്നെ നാഷണൽ ചാമ്പ്യനായിട്ട് അവൻ വിൻ ചെയ്തു. ഇത് ജിയാങ്ങിനെ ഇഷ്ടായില്ല. അതുകൊണ്ട് മനഃപൂർവ്വം അവൻ ജിയാങ്ങിനെ അവന്റെ താഴെയുള്ള സ്റ്റേജിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കി എന്നൊക്കെ അവരുടെ പഴയ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ ജിയാങ്ങും ലിന്നും കൂടി ക്ലബിൽ വന്ന് കളിക്കാനായിട്ട് തുടങ്ങി. പക്ഷെ ഹീറോയാണ് ജിയാങ്ങിനെക്കാളും കൂടുതലായിട്ട് സ്കോർ ചെയ്യുന്നത്. ഇത് കാണുന്ന ജിയാങ്ങും, ശരി ഇത്തവണ നീ എന്നെ കടത്തി വെട്ടി, ഇനി അത് നടക്കില്ലെന്ന് പറഞ്ഞ് പിന്നെയും ഒരുമാതിരി പറയാൻ തുടങ്ങിയതും, ഇനി നിനക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയാലല്ലേ എന്ന് പറഞ്ഞിട്ട് ലിന്നു അവിടെ നിന്ന് ഇറങ്ങി പോകുവാണ്. തിരികെ അവൻ വീട്ടിലേക്ക് വന്നതും വേയോട് ചോദിക്കുന്നുണ്ട് ഹൗസ് ഓണർ എന്ത് പറഞ്ഞു എന്ന്. അവർ ഓക്കെ പറഞ്ഞു എന്ന് കേട്ടതും ഹീറോ ഓടിപ്പോയി അവളുടെ റൂം ചെക്ക് ചെയ്യുവാണ്. ആ റൂമിൽ കാര്യമായിട്ട് ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് വേയുടെ റൂമിൽ നിന്ന് ടേബിള്, സോഫ എന്തൊക്കെ എടുക്കാൻ പറ്റുമോ അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവളുടെ റൂം ആകെ അലങ്കരിച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന വെയും, എന്താടാ നീ ചെയ്യുന്നേ, അപ്പൊ എനിക്കെന്താ ഉള്ളതെന്ന് ടെൻഷൻ ആകാൻ തുടങ്ങിയാല്, നിനക്ക് കോഫി മെഷീൻ വേണമെന്നല്ലേ പറഞ്ഞത്, അത് ഞാൻ ഇതിന് പകരം വാങ്ങിത്തരാം, ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറയുവാണ്. അവളോട് നിനക്ക് ഇത്ര ഭ്രാന്ത് ക്രഷ് ആണെന്ന് ഞാൻ കരുതിയില്ലെന്ന് വേ പറയാണ്. ഉടനെ ലിൻ ചോദിക്കും, ഡാ ഞാൻ നല്ല പയ്യനാണോ, ഒരു പെണ്ണിന് എന്നെ ഇഷ്ടാകുവോ, ഗേൾസിനെ എങ്ങനെ ഡ്രസ്സ് ചെയ്താലാ ഇഷ്ടം, എങ്ങനെയാണ് അവരോട് സംസാരിക്കേണ്ടത് ഒന്നും എനിക്ക് അറിയില്ല, ഇതൊക്കെ എങ്ങനെയാണെന്ന് അറിയാമെന്ന് ചോദിച്ചതും, നീ ഒരു ഹാൻസം പയ്യനാണ്, ഈ ഹാൻസം ഫേസ് വെച്ച് തന്നെ അവളെ വീഴ്ത്താവുന്നതേ ഉള്ളൂ, നീ കൂടുതലായിട്ട് ഹുഡീസ് ധരിക്കി, അപ്പോ നീ സ്റ്റൈലായിരിക്കും, അത് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറഞ്ഞതും ഹീറോയ്ക്കും അത് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. അവനും ശരിയെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുവാണ്. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. മിസ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ചെറിയ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. ഇതേപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ മറ്റൊരു എപ്പിസോഡുമായിട്ട് കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.